എന്താടാ? എന്നെ എത്ര നന്നായി. അടുത്ത് എരുമയെ വളയ്ക്കാനുള്ള പരിപാടിയാണല്ലേ? നാണം കെട്ടവൻ. ഇപ്പൊ തലയും കുറിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്തൊക്കെയായിരുന്നു മല്ലുവിന്റെ പെങ്ങന്മാര്, എന്റെയും പെങ്ങന്മാര്. അവരാരെങ്കിലും നോക്കിയാൽ കലിപ്പ് തീരുണ്ടോ ദൈവമേ? അവന്റെ മോത കണ്ടില്ലേ? ഈ എരുമയെ കൊണ്ട് ചവിട്ടിപ്പിക്കട്ടെ പന്നി. പറ്റിപ്പോയടാ. വേണ്ട വേണ്ട നീ ഞാൻ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ആര്? ഞാൻ തന്നെ. ഇഷ്ടപ്പെട്ടു പോയടാ, അതുകൊണ്ട്. അയ്യടാ, ഇഷ്ടപ്പെടാൻ പറ്റിയ മുതല്. ഞങ്ങള് പറഞ്ഞ കാര്യത്തിന് നടപടി ഉണ്ടോന്ന് പറ. നിനക്ക് ഇവനെ മല്ലുവിന്റെ വീട്ടിൽ കയറ്റാൻ പറ്റുമോ ഇല്ലയോ ഇപ്പൊ പറയണം. ഇവനെയാ? ഇവനെ ഞാൻ എന്ത് വിശ്വസിച്ച് അവിടെ കേറ്റും? നീ ഇതുമല്ലെങ്കിലും ബാക്കിയുള്ളവരൊക്കെ എന്റെ പെങ്ങന്മാരില്ലടാ. ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇവന്റെ കാര്യം ഇപ്പൊ തന്നെ ഞാൻ മല്ലുവിനോട് പറയും. പറയരുത്, പിടിക്കരുത്. എങ്ങനെയെങ്കിലും ഞാൻ ഈ തന്റെ മല്ലുവിന്റെ വീട്ടിൽ കയറ്റാം. അങ്ങനെ വഴിക്ക് വാടാ. ഇവൻ പറഞ്ഞ പോലെ അവൻ ഹരിയാണെന്ന് അറിഞ്ഞാൽ രണ്ടുണ്ട് കാര്യം. ആ മലയാളി മോനെ കുരിച്ചീർത്തി ഇടിക്കുകയും ചെയ്യാം, അവള് വരെ ഈസി ആയിട്ട് കെട്ടുകയും ചെയ്യാം. നമ്മുടെ എല്ലാ പ്രോബ്ലം. നീ എന്ത് പണി ചെയ്യും? എന്ത് പണിയും ചെയ്യും. ഇവിടെ ഇപ്പൊ പണിന്ന് പറഞ്ഞ കന്നുകാലികളെ നോക്കാൻ ആളെ വേണ്ടത്. ഇവറ്റയൊക്കെ പുല്ല് കൊടുക്കാനും മറ്റും. ഹൈ, നാൽക്കാലികൾ എന്റെ ജീവനാണമ്മേ, എന്റെ സ്വന്തം കൂടപ്പറപ്പുകൾ. അവരുടെ കാര്യങ്ങൾ നോക്കി കഴിയാന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു പുണ്യമുണ്ടോ? ഇവന്റെ അച്ഛൻ ഭയങ്കര കറവക്കാരനല്ലേ? ഇവനും ഇവരുടെ നാട്ടിലെ പേര് കേട്ട കറവ കുടുംബമല്ലേ? എന്നാലും ഹരീന്ദ്രനോടൊന്ന് ചോദിക്കാതെ എങ്ങനെയാ? ദേ പപ്പനറിയാം, ഇവിടെ ഈ പെൺകുട്ടികൾ ഉള്ളതുകൊണ്ട് ആണുങ്ങളെ ജോലിക്ക് വെക്കാൻ അവന് ഇഷ്ടമല്ല. എല്ലാവരെയും പപ്പനെ പോലെ വിശ്വസിക്കാൻ പറ്റുമെന്നാ അവൻ ചോദിക്കുന്നേ. ഈ പപ്പനെ പോലെ തന്നെ അമ്മയ്ക്ക് എന്നെയും വിശ്വസിക്കാം. അമ്മ പറഞ്ഞ ഹരീന്ദ്ര സമ്മതിക്കും. എന്റെ അകന്നൊരു ബന്ധുവാ, ഒളിച്ചു പോയ അമ്മായിയുടെ മോൻ. ആ നോക്കട്ടെ. നീ വന്നേ പറയട്ടെ. എടാ, അമ്മ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ നടന്നു തന്നെയാണോ? പക്ഷെ എനിക്ക് നിന്നോട് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഇവിടുത്തെ പെമ്പിള്ളാരെ കണ്ടാൽ അറിയാതെ പോലും നീ ഒന്ന് നോക്കി പോരുത്. ഇനി അഥവാ അവരെന്തെങ്കിലും സംസാരിക്കാൻ വന്നാൽ കമാന്നൊരു അക്ഷരം മിണ്ടരുത്. ജപ 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 പൊട്ടനെ പോലെ നിന്നേക്കണം. മനസ്സിലായോ? മനസ്സിലായി. നമ്മുടെ പഞ്ചാബി ഹൗസിലെ ദിലീപേട്ടനെ പോലെ. അതാരാ? എന്റെ അമ്മായിയുടെ മോന. ഓ, പക്ഷെ മറ്റേ പാട്ട് പാടാലോ. സോനരേ സോനരേ സൊന്നിലാവ് തെളിഞ്ഞില്ലേ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവനെന്താ ഭ്രാന്തായ? ചാണകം ചവിട്ടിന്ന് തോന്നുന്നു. അത് ചവിട്ടിക്കോ, മല്ലു ചവിട്ടാൻ നോക്കിയാ മതി. ഇത് കണ്ട, ഇത് മുഴുവൻ ഗോതമ്പോടാ. നീ പണിയെടുത്ത് മരിക്കും പോലെ പറന്നു നിന്നോണം. അമ്മ എന്താ ഒന്നും പറയാത്തെ? ആരാ എന്താന്നൊക്കെ അറിയാതെ ആരെന്തു വന്ന് ചോദിച്ചാലും സമ്മതിച്ചോളൂ. ഒരുത്തനൊരു ജോലി വേണേ പപ്പനാദ്യം എന്നോടല്ലേ ചോദിക്കേണ്ടത്? അവനറിയാൻ നടക്കില്ലെന്ന്. പണ്ട് ഇതുപോലെ ഒരുത്തന് ജോലി കൊടുത്തത് അമ്മ മറന്നിട്ടില്ലല്ലോ. കൊടുക്കാൻ ഞാൻ അവനെ ചവിട്ടി പുറത്താക്കേണ്ടി വന്നു. ഇത് അങ്ങനെയല്ലടാ മോനെ, അവനെ കണ്ടാലറിയാം പാവം പയ്യനാ. ഒരു നിവർത്തിയില്ലാത്തോണ്ടല്ലേ മറ്റൊരാളുടെ വീട്ടില് ജോലിക്ക് വരണത്. മുറ്റത്ത് വന്ന് ചോദിക്കുമ്പോ എങ്ങനെ വയ്യാന്ന് പറയാ? അതും ഒരു മലയാളി. അമ്മ ഇങ്ങനെ ഒരു പാവമായി പോയല്ലോ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി ഇഷ്ടം പോലെ അയക്കോ. എന്നിട്ട് അവനവിടെ എന്താ? എന്റെ മാഷെ, നമുക്ക് എല്ലാ ജോലിയും ചെയ്യാൻ പറ്റണം. എല്ലാം പഠിച്ച് പാസ്സായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ തന്നെ ഇത് നോക്കിയേ, ഞാൻ ഈ കോണമി ഇങ്ങനെ ബുദ്ധിപൂർവ്വം ബാലൻസ് ചെയ്ത് നിൽക്കുന്നത് സർക്കസ് പോയിട്ടാ അല്ല. അതാ പറഞ്ഞേ, എന്നെ പോലെ സാഹസികമായ കാര്യങ്ങൾ ചെയ്താൽ പിന്നെ നമുക്ക് എല്ലാരും ഞെട്ടിക്കാൻ പറ്റും. ഉദാഹരണത്തിന് കുട്ടി നോക്കൂ, ഇതാ നോക്കൂ. ഇതിങ്ങനെ പതുക്കെ ഇതിനകത്തോട്ട് ഇടാൻ നേരത്തെ നമ്മുടെ
എന്താടാ പറന്നു നടന്നാണോ ജോലി ചെയ്യുന്നത്? ഈ പപ്പൻ പറഞ്ഞായിരുന്നേ ജോലി ചെയ്യുമ്പോ പറന്ന് നിക്കണോന്ന്. അതാ. പശുവിനെ നോക്കാൻ വന്നവൻ ആ ജോലി മാത്രം ചെയ്താ മതി. അന്ന് കേറിയില്ല. അതിനു മുമ്പ് കിടപ്പുമുറി വരെ എത്തിയല്ലോടാ. അയ്യോ, ഇത് കുട്ടിയുടെ കിടപ്പൂറിയ സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ആണോ? കേറി പോടിയാത്ത്. ബേട്ടാ, ഇവിടെന്താ ചക്ക വീണ പോലെ ഒരു ശബ്ദം കേട്ടത്? അയ്യോ, ചക്കയല്ല, ഞാനാ വീണത്. ഈ ബൾബ് മാറ്റിയിടാൻ വേണ്ടി വീണതാ. ആഹാ, എന്നിട്ട് ബൾബ് മാറ്റിയോ? ഇല്ല, അത് ഈ വീണപ്പോ പറന്നുപോയി. അതാ. പറന്നു പോവേ? മനസ്സിലായില്ലേ? അമ്മയെ തലയ്ക്ക് സ്ഥിരതയില്ലാത്തവരെയൊക്കെ പിടിച്ച് പണിക്ക് വെച്ചാ ഇങ്ങനെ ഇരിക്കും. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, നിന്റെ സേവനം ഫാമിൽ മതി, വീട്ടിൽ വേണ്ട. പേടിക്കണ്ട, കാണുന്ന ചൂടേ ഉള്ളൂ. പാവാ. കണ്ട അമ്മയുടെ മോനാണെന്ന് പറയേയില്ല. ശരിയാ നീ പറഞ്ഞത്. എല്ലാരും പറയും അവന് ചാച്ചയുടെ അതേ ചായയാണെന്ന്. എങ്ങനെ വേണമെങ്കിൽ തിന്നാ മതി. മല്ലു പറഞ്ഞ കേട്ടില്ലേ? നിന്റെയൊക്കെ കാര്യം മാത്രം നോക്കിയാ മതിയെന്ന്. എന്റെ പട്ടി നോക്കും. എരുമയുടെ സ്വഭാവം ഇവിടെ കാണിക്കരുത് കേട്ടാ. നിനക്ക് എന്തിന്റെ കുറവാ ഇവിടെ? മര്യാദക്ക് തിന്നാനാ പറഞ്ഞത്. ഒരുമാതിരി എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഇപ്പൊ ശരിയാക്കി തരാം. തിന്നണ്ട, ഞാൻ നിനക്ക് ഉരുട്ടി ഉരുട്ടി വായിലോട്ട് വെച്ച് തരാം. എടാ അനി, നീ കുറച്ച് സാധനങ്ങളൊന്ന് ചന്തയിലെത്തിക്കണം. ഇയാളെ കൊണ്ട് ഓടും. എടാ എനിക്കിവിടെ 100 കൂട്ടം പണികളില്ലേ. എന്ത് ചെയ്യാം, ഞാൻ മല്ലുവിന്റെ വിശ്വസ്തനായി പോയില്ലേ. എന്താ ആലോചിക്കുന്നത്? ഒന്നും ആലോചിക്കണ്ട, ഒന്നും ആലോചിക്കണ്ട. പെട്ടെന്ന് ചെല്ല്. വണ്ടി ഇവിടെ കിടക്കല്ലേ. അതവിടെ ഇട്ട് പുല്ലുമായിട്ട് രാവിലെ അങ്ങ് ഇറങ്ങിക്കോളും. ചെല്ല്, ചെല്ലടാ. എന്താ? എന്തിനാ വിളിച്ചേ? ഞാനേ നാട് വിട്ടാലോ ഒന്ന് ആലോചിക്കാം. പതുക്കെ പറ പെണ്ണേ. ഒറ്റയ്ക്കല്ല, നിന്നെ കൂട്ടി. കാര്യങ്ങളൊക്കെ എന്റെ കൈവിട്ടു പോവുകയാണോ എന്ന് എനിക്കൊരു സംശയം. എന്ത് പറ്റി? ഒന്നെങ്കിൽ നിന്റെ ഭൈ എന്നെ തല്ലിക്കൊല്ലും, അല്ലെ അവന്മാരെല്ലാം കൊണ്ട് എന്നെ തല്ലിക്കൊല്ലും. രണ്ടായാലും തല്ലുറപ്പാ. അയ്യോ, അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് മതിലി ചാടി പോവാടി. അതാവുമ്പോ എനിക്ക് നല്ല പരിചയമാ. ദീദി, ദീദി, ദീദി. വിട്ടോ, ആരും കാണണ്ട, ഞാനും ടൗണിലേക്കാ. എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. മല്ലു കൊണ്ടാ ചീത്ത പറയും. ഇറങ്ങിക്ക. പ്ലീസ് അങ്ങനെ പറയല്ലോ, ഒരു അത്യാവശ്യ കാര്യത്തിനാ. ഓരോ അത്യാവശ്യം നടക്കില്ല മോളെ. വെറുതെ എന്റെ അത്യാവശ്യം നിലയിലാക്കാൻ വേണ്ടിട്ട് ഇറങ്ങിക്ക. പ്ലീസ് ദീദി. അയ്യോ, വണ്ടി എടുക്ക്. അവൾ എന്നെ അന്വേഷിച്ചു വരിക. വേഗം പ്ലീസ്. വണ്ടിന്ന് ഇറങ്ങി പോവാനാ പറഞ്ഞത്. വണ്ടി എടുക്ക്. തലമുണ്ട ഞാൻ അടിച്ച് പൊട്ടിക്കും. അങ്ങനെ മര്യാദക്ക് പറ, അല്ലാതെ ഒരുമാതിരി പേടിപ്പിച്ച് കാര്യം നടത്താൻ നോക്കല്ലേ. കേട്ടന്ന് ദീദി. എല്ലാം കറക്ക് കമ്പനികളാണല്ലോ. ചേട്ടാ, എന്തോ? ദീദിയെ കണ്ടോ? പൂവല്ലോ ദീദി. ഞാനെങ്ങും കണ്ടില്ല. ദീദി.